ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ച സമ്മതിച്ച് കെ ജയകുമാർ. ഓഡിറ്റർക്ക് ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അവ്യക്തതയുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിലെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താനാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേർന്നത്. യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ബോർഡിന്റെ വീഴ്ച സമ്മതിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പരിശോധിച്ചതും റിപ്പോർട്ട് അന്തിമമല്ലെന്നും കെ ജയകുമാർ. ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ഈ ബോർഡിന്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമായത്. ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി പാലിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു അന്തിമമായ റിപ്പോർട്ടായി ഈ ബോർഡ് കരുതുന്നില്ല. കണക്കുകൾ ഓഡിറ്റ് ചെയ്ത ഏജൻസി ബില്ലുകളുടെ പൊരുത്തക്കേടിൽ വ്യക്തത വരുത്താൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. 10 ദിവസത്തിനകം റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. 26-ന് പുതുക്കിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും കെ ജയകുമാർ പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമ നടത്തിപ്പിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആവശ്യപ്പെട്ട തുക നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. 4,99,00,000 രൂപ മാത്രമേ ചെലവായി അംഗീകരിക്കാനാകൂവെന്ന് ദേവസ്വം ബോർഡ് ചർച്ചയിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.